ഇന്നത്തെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവിടെ ബാക്കിൽ ഭയങ്കര സ്മൂത്തി അടിക്കലാട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു കാഴ്ച കാണിച്ചു തരാം ഞാൻ. അവൻ കൊച്ചിനെ പറ്റിച്ചിട്ട് ഇതേ പഴം കൊടുത്ത് സമാധാനിപ്പിക്കുകയാണ്. അവൻ പാല് കുടിക്കണ പോലെ വെറുതെ നക്കണുള്ളൂ കേട്ടോ. എന്റെ പൊന്നാ, തീർന്നാ? എടാ കടിച്ചു വെച്ച് തിന്നടാ. ഇനി ഇതൊക്കെ നിനക്ക് തരുള്ളൂ, പാലൊന്നും ഇല്ല. എൻ്റെ അമ്മയുടെ പാല് മുഴുവൻ ഞങ്ങൾ ഊറ്റിയെടുക്കുക. ആ, എനിക്ക് തീറ്റ വയറ് നിറച്ച് തരാം. അങ്ങനെയല്ലടാ മുത്തേ, അത് വെറുതെ നക്കണുള്ളൂ കേട്ടാ. കുഞ്ഞാപ്പൂ കടിച്ചു വെച്ച് തിന്ന്. അയ്യോ, ഞാനോർത്ത് രക്ഷിട്ട് വായിലോട്ട് വയ്ക്കാൻ പോവാന്ന്. ആ, അവൻ നക്കിക്കൊണ്ടിരുന്ന ആ രുചി അറിയണതാ. കടിച്ചു വെച്ച് തിന്നാൻ കഴിയില്ല അവന്. അവന് ഭയങ്കര മടിയാ. പല്ലില്ല, പക്ഷെ വൈക്കോലുണ്ട്. വായ നിറച്ചു അവൻ വൈക്കോലെടുത്ത് തിന്നു ചേട്ടാ. ഇതാ പൊന്നാ, നീ മര്യാദക്ക് തീറ്റയൊക്കെ കഴിച്ചോട്ടാ, അല്ലെങ്കിൽ നീ ക്ഷീണിച്ച് പോവേ. തൊഴുത്ത് കഴുകലൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇനി ഇതൊക്കെ പിള്ളേരൊക്കെ വിട്ടിട്ട് മാത്രമേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ പാളയംകോടൻ സ്മൂത്തി, അതിനകത്ത് വേറൊരു ഐറ്റംസ് റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ എന്തെന്നത് പേര് കിട്ടുന്നതാ ഓർമ്മ. മാതളനാരങ്ങ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമേ ഉള്ളൂ ഈ സ്മൂത്തിക്ക് ഒരു ഗുണം. പിന്നെ ബദാം പരിപ്പ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്നും കഴിച്ചതും എന്റെ അമ്മയാണ്. സങ്കടം കൊണ്ട് പറയണോ. ആളെങ്കൂടം പഴമൊക്കെ വാങ്ങിച്ചു എന്ന് ഓർത്ത് അത് സ്മൂത്തി അടിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല. അതിന് മുന്നേ ഇവിടെ ഏത്തപ്പഴം വാങ്ങിച്ചത് എന്റെ അമ്മയാണ് എടുത്ത് കഴിച്ചത്. എന്റെ അമ്മയുടെ ശരീരത്തിൽ അതുണ്ട്. ഫുള്ള് ഏത്തപ്പഴം ഞാനാണ് കഴിച്ചേ. അമ്മയാണ് കഴിക്കണത്, അമ്മയും കണ്ണനും. എന്തെങ്കിലും അവിടെ ഞങ്ങൾ കഴിഞ്ഞ ഒരു അടയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. പണിക്കാറുണ്ട്. അപ്പം നമ്മുടെ ചായക്കുള്ള കറികളൊക്കെ കുറഞ്ഞു കൊടുക്കാനായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം അവിടെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ശരിയാക്കാനൊക്കെ വന്നേക്കാണ് പണിക്കാർ. ഒരു അട ഉണ്ടാക്കുക, ഗോതമ്പിൻ്റെ അട കേട്ടോ. അച്ഛനും ചേച്ചീനെയും കൊണ്ടുവരാൻ പോയതാ സ്കൂളിൽ നിന്ന്. ഇന്നിപ്പോൾ കാർ എടുത്തില്ല കേട്ടോ, മഴ ആയതുകൊണ്ട്. അപ്പോൾ ഭയങ്കര സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ഫേസിൻ്റെ ഒക്കെ ഇത് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ഭദ്രഗുണ്ട നിൽക്കണമെങ്കിൽ നമ്മുടെ ഭദ്രഗുണ്ട ഏതോ കുഴിയിൽ പോയ അവസ്ഥയിൽ നിൽക്കുക കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. കാക്കകൾ കൂട്ടിലുണ്ട്. ഭദ്രമ്മേ, ഭദ്രമ്മേ, ഭദ്രേ പേടിച്ചു ദൂരെയാണ് നിൽക്കാറ്. അല്ല, ഭദ്രയിട്ട് ഇടിവിടുമ്പോ ഭദ്രയിട്ട് നിൽത്തിട്ടുണ്ട്. ഭദ്രക്ക് ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പടി പേടിയാണ് അല്ലേ അടി? ഭദ്രക്ക് എല്ലാവരും കിട്ടി വരാൻ ചെയ്യുന്നുണ്ട്, ഭദ്രക്ക് കിട്ടുകയും ചെയ്യുന്നത്. ആള് കളിച്ച് നോക്കണം. ഭദ്രേ, നന്ദിനിയുടെ നിപ്പോക്കി ഫോക്കസ് ചെയ്തെടുത്ത്. നന്ദിനി എന്തായാലും കൊണ്ടുവരാൻ വരാത്തൊന്നും ചോദിക്കണം. പോയിട്ടുണ്ട്. വാ വാ വാ, തുറന്നേട മോന്. എന്റെ സന്തോഷം. ട്യൂബ് പിടിപ്പിച്ചു. പിന്നെ വെള്ളം മോട്ടർ കത്തിപ്പോയായിരുന്നു നമ്മുടെ. എന്നിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കണ മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ട്. എന്റെ സന്തോഷം ഇന്നലെ വഴക്കിച്ച് പോന്നതാണ്. നമുക്കത് വേണമെന്ന് വഴക്കിച്ച് പോന്നു. ഇന്ന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പറയുമ്പോ തന്നെ വാങ്ങിച്ചു കൊടുക്കണതിന്. വീടൊക്കെ ആയി കൊളായിട്ട് കിടക്കുകയാണ് നമ്മുടെ. ഞാൻ കാണിച്ചു എന്താണ് ബാഗൊന്നും ഊരണില്ലേ ചേട്ടാ?
ബാഗ് ഊരി വെച്ചിട്ട് നോക്കൂ. ലൈറ്റൊക്കെ ഓണാക്കിട്ടിട്ട് പോണ്. ഇത് എന്തിട്ട് കരണ്ട് ഞാൻ ആരോട് പുതിയ ട്യൂണ് കൊള്ളാല്ലേ? എന്താടാ ബാഗ് ഊരാത്ത? ബാഗിൽ വല്ല നിധി ഉണ്ടാ? ആ മൊബൈൽ കൊണ്ട് പോകണം. മൊബൈൽ നോക്കി നടക്കായിരുന്നു എത്ര നേരം. പേടിച്ചു പോയി. ഓ വരിക, മൊബൈൽ നോക്കുക. എന്തൊക്കെയാണ്? കുളിക്കണമൊന്നുമില്ലേ? ഹലോ, എന്താണ് പരിപാടി? മിൽക്കി മിസ്റ്റ് ഒറ്റക്ക് കഴിക്കാൻ പോവാണോ? എന്താന്ന്? അല്ല, സാധാരണ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടാവാറില്ലല്ലോ. വരുമ്പോ ഭക്ഷണം കഴിക്കണ പരിപാടി. പിള്ളേരല്ലേ? പിള്ളേർക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് അതെ അതിലെങ്കിലും ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടുമോ? അതെന്ന് വെച്ചാൽ എനിക്ക് അത്ര മതി. അത്ര തന്നെയാണ് വയറുള്ളൂ. ബിരിയാണി കഴിക്കുമ്പോൾ മാത്രം ഡബിൾ വയറുണ്ടാവും, അല്ലാത്തപ്പോ വയറേ ഉണ്ടാവില്ല അല്ലേ കുഞ്ഞുമാവേ? ഞാനെല്ലാം കഴിച്ചോളൂ. എന്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടും എല്ലാരും കഴിക്കണം. അത് കാരണം ഞാൻ എല്ലാരും എടുക്കണം. മതിയിടോ? എന്ത് മതി മതി? മനുഷ്യനല്ലേ വയറെന്തിനുണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അതെ, ഇതെന്താ പറയാ? ചമ്മന്തി, പുതിനയില ചമ്മന്തി. ടേസ്റ്റ് ഉണ്ടോ? നോക്കൂ. എന്താ കൊള്ളുതേ? എന്റെ അച്ചാർ ഇവിടെ. അച്ചാർ തരാ. അതിനകത്തോട്ട് ഇത്തിരി എടുത്തിട്ട്. സ്പൂൺ എന്തിനുള്ളതാ? എന്റെ ഇങ്ങനത്തെ കമ്മ വേണം. ബിരിയാണി ദിവസവും അല്ലേ? എന്ത് രസാ പരിപാടിയൊക്കെ അല്ലേ? ഷേക്കും കൂടെ അടിച്ചെങ്കിൽ സൂപ്പറായിരുന്നു അല്ലേ? അയ്യോ, എൻ്റെ തുണി സ്റ്റാൻഡ്. ഭയങ്കര തുമ്മലിട്ടാ, ഭയങ്കര തുമ്മൽ. ഭയങ്കര തുമ്മല്. എനിക്ക് ഈസ്നോഫീലിയയുടെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തുമ്മല്. ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവും. അപ്പം മിൽക്കി മിസ്റ്റ് ബിസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമാണോ ഇതൊക്കെ കഴിക്കാനായിട്ട്? എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കാനായിട്ടാ. ഹലോ, ഇന്ന് സന്തോഷമായില്ലേ? ഇതുപോലെ ദിവസം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം. ആഴ്ചയിൽ 3 ദിവസം മതി. അതെ. അപ്പം ഇനി എന്താ ഉണ്ടാക്കണ്ടാവോ? അത് വേണ്ടാന്നേ. എപ്പോഴും ചിക്കനൊന്നും കഴിക്കണ കൊള്ളൂല്ലാടോ. ആർക്ക്? അതേ, ഇന്ന് ഹഫ്സല് ഇക്കടൊക്കെ പണിയുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ ബിരിയാണി ഉണ്ടാക്കിയതാ. അവർക്ക് സാധാരണ ബിരിയാണി ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോളാം കൊടുക്കാറ്. അപ്പം ഇന്ന് ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാ. നല്ലതാണോ? പോടാ. വേറെ ഒരു പണിയില്ലടാ. രാവിലെ മുതൽ ഞാൻ ഒരു പണിയില്ലാതെ ഇങ്ങനെ വീശി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായ? അല്ല, ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും. ബിരിയാണി ആയിട്ടുണ്ടാ? കുഴിമന്തിയാ? റൈസ് കുഴിമന്തിയുടെ ഒക്കെ റൈസാണ് ബിരിയാണി. റോസ് കൈമ ഉണ്ടായിരുന്നില്ല. ആ, ഫ്രൈഡ് റൈസിൻ്റെ കാര്യ കുറച്ച് വെന്തുപോയി. ടേസ്റ്റ് ഉണ്ടാവും. മാവ് പറയണത് ഭയങ്കര ടേസ്റ്റാണ്.
സോപ്പിട്ടതാണ്. കിട്ടണ്ടേന്നൊക്കെ എന്തെങ്കിലും അത്ര ഉള്ളൂ അല്ലേ? അപ്പൊ ഇപ്പൊ ഒരു ബിരിയാണി എടുത്തിട്ടില്ലേ? ഇനിയിപ്പൊ ബിരിയാണി എടുക്കൂലല്ലോ. ചോറ് വെച്ച് റൈസ് കുക്കറിൽ ഇരിപ്പണ്ടേ. ഇനി ചേട്ടായിക്ക് അച്ചക്കുള്ളതുള്ളൂ. എന്ത് അത്ര ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണി ആയതുകൊണ്ട് ഒരു ബിരിയാണി ഫുൾ എടുത്തിട്ടുണ്ട്. ഫുൾ ബിരിയാണി എടുത്തു. ഇനി ചേട്ടാ എവിടെന്ന് എടുത്തു തന്നെ ലോക്കറിൽ വെച്ച് കൂട്ടണം തോന്നുന്നു. അല്ല, സാധാരണ ഒരു ബിരിയാണി പാഴ്സൽ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അത് ഹോട്ടലിൽ നിന്നാണല്ലേ. അപ്പൊ നമുക്ക് ഇത് കുറച്ചുണ്ടാവുന്നൊക്കെ അറിയാം. അതായത് എന്റെ തീറ്റ ഇത് വീട്ടിലുണ്ടാക്കണം, കുറച്ചുണ്ടാക്കണം, കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കണം. അത് ശരി. എനിക്കുള്ള റൈസ് വെച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 3 പേര് കഴിക്കാനുണ്ടായി പുറത്തുനിന്ന്. 3 പേരുണ്ടായി. അപ്പൊ കഴിച്ചോളൂ, സമാധാനമായിട്ട് കഴിച്ചോളൂ. ഓക്കെ. ഹലോ ഗേസ്, ഇവിടെ എത്ര പേരാ പണിക്കുന്നു നോക്കി. പക്ഷെ എത്രയൊക്കെ പേരുണ്ടെങ്കിലും ഇവിടുത്തെ പണി തീരണില്ല അല്ലേ? ചില ദിവസങ്ങളിൽ അങ്ങനെയാട്ടോ. ഒന്നാമത്തെ മെയിൻ ആളാണല്ലോ ഞാൻ. എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ, ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പണിക്ക് കയറേണ്ടവർ. എന്താ കണ്ണൂരിട്ട് പേടിപ്പിക്കണേ? പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചെയ്യണമല്ല കേട്ടോ, സ്വയം തോന്നി ചെയ്യണതാണേ. ഞാൻ പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് ചിലപ്പോൾ ചെയ്തു എന്ന് വരില്ല. അപ്പോൾ ഇപ്പം പൂജാമുറിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തു, എല്ലാം വൃത്തിയായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടില്ല. ആ താക്കോലൊക്കെ അവിടെ ഇട്ടുണ്ട്. എന്തിനാ എടുത്ത് മാറ്റും? കിടന്ന് കഴിക്കണൊക്കെ വേണ്ടി എടുക്കും. എനിക്കാ മടിയായ കൊച്ചുങ്ങളെ കണ്ടോ ഗൈസ്? ഇങ്ങനത്തെ ഒരു മടിയെത്തിപ്പാറു. ആള് തിന്നാണ് ഗൈസ്. മനുഷ്യനെ കൊണ്ട് തന്നെ അല്ലേ എല്ലാത്തിനും മടിയാ അല്ലേ? ചില സമയങ്ങളിൽ അല്ലേ നന്ദിനി കിടന്ന് മൂക്കും, കിടന്ന് ഭക്ഷണം കഴിക്കും, കിടന്ന് ചാണം വിടും അല്ലേ നന്ദിനി കുട്ടിയെ? നന്ദിനി അങ്ങനെയാണല്ലേ അല്ലേ നന്ദിനിയെ? കണ്ട ഇവനെ കണ്ടു പഠിക്കണം എല്ലാരും. മടിയൊന്നുമില്ലാത്ത കൊച്ചാണ് ഇവൻ. ഇവിടുത്തെ പാറുവിന്റെ പോലെ എന്റെ നീ മടിയാണല്ലേ? പാറു കേക്കണ്ട. ഒന്നല്ലേ പുകയ്ക്കാൻ വഴുകി. അവൻ കുക്കനുണ്ടല്ലോ നിന്നെ പിടിച്ച്. അവന്റെ കൂടെ കളിക്കാൻ നിന്നില്ലെങ്കിൽ അവന് പ്രശ്നമാണ്. കുഞ്ഞുട്ടൻ്റെ അമ്മയുടെ പോയി. കുഞ്ഞുട്ടൻ്റെ അമ്മയുടെ പോയി. എവിടെ പോയാ? ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ പശുക്കളുടെ ഫാം എപ്പോഴും ഉണങ്ങി കിടക്കണ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അതിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഫാം എപ്പോഴും ഉണങ്ങി കിടക്കണ എന്താണെന്നറിയോ? ഇവിടെ മറ്റു പശുക്കളുടെ പോലെയല്ല. ഈ പശുക്കളുടെ ഫാമിൽ രാവിലെ മാത്രമുള്ള ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അടിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങി കിടക്കും. പിന്നെ വൈകുന്നേരം പശുക്കളെ കുളിപ്പിക്കും. വൈകുന്നേരം അകിട് കഴുകി കഴിയുമ്പോൾ ആ വെള്ളം നേരെ ഈ സെൻറ്ററിലേക്ക് ഒഴുകി അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ പിന്നെ വേഗം ഉണങ്ങുകയും ചെയ്യും. പറയാതാ ഇന്ന് എനിക്ക് ഭയങ്കര തുമ്മലൊക്കെ, അതുകൊണ്ട് തുമ്മി വയറിന് നീർപ്പെട്ട് വീഴുമെന്ന് തോന്നുന്നു. ഇങ്ങോട്ടുള്ള പോകാൻ ഇവിടെ ഇരിക്കാം. ചേരാട്ടാ ബാ. ഒരാളിവിടെ പുന്നാരിക്കണം കാണിച്ചു തരാട്ടാ. ഈ പുന്നാരപ്പെണ്ണും പുന്നാര ചേച്ചി, പുന്നാര ചെക്കൻ. ചേച്ചി സ്കൂൾ വിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നില്ല അല്ലേ?
ബിരിയാണിയൊക്കെ കഴിച്ചു. ഉമ്മറൊക്കെ അടിക്കാനുണ്ടായി കൊച്ചിന്. പിന്നെന്താ, പിന്നെ സമയം പോലെ മൊബൈൽ നോക്കാനുണ്ടായി. പിന്നെന്താ ഇങ്ങോട്ട് വരാഞ്ഞേ? വാ. അതെ, അവൻ തിരക്കിലായിരുന്നു. അവൻ്റെ അമ്മയുടെ പാല് കുടിക്കലായിരുന്നു, അഴിച്ചു വിട്ടേക്കായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര പാലുകൂടിയായിരുന്നു കൊച്ച്. അപ്പോൾ അവൻ മൈൻഡ് ചെയ്തില്ല എന്നാ പറയണേ വാവ അല്ലേ. അപ്പോൾ ഇത് ഉണങ്ങി കിടക്കണം കാരണം അതാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. ഇതിങ്ങനെ നമ്മൾ രാവിലെ അടിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകുമൊന്നുമില്ല. പിന്നെ പശുക്കളെ കയറ്റി കഴിഞ്ഞാൽ അവിടെയൊക്കെ കഴുകിയിട്ട് നമ്മൾ തുടച്ച് കറക്കുക ചെയ്യണേ. പിന്നെ പശുക്കളെ ദിവസവും കുളിപ്പിക്കാറില്ലേ എന്ന് ചോദിച്ചു. ദിവസവും ഒന്നും കുളിപ്പിക്കാറൊന്നുമില്ല. ഇപ്പോൾ കുളിപ്പിക്കണേ ഇല്ല, മഴയായതുകൊണ്ട് ഇവർ ഫുൾ ടൈം മഴയത്തായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരെ കുളിപ്പിക്കാറില്ല. കുളിപ്പിക്കൽ വേനൽ സമയത്തൊക്കെ നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോൾ അവർ അഴിച്ച് പുറത്തോട്ട് കെട്ടണ സമയത്ത് നമ്മൾ ഉമ്മറത്ത് ടൈലിൽ നിർത്തിയിട്ട് മോട്ടർ അടിച്ചൊന്നും ഇതാക്കുകയുള്ളൂ. അല്ലാതെ തേച്ചൊരിച്ചൊന്നും കുളിപ്പിക്കാറില്ല. ആ വെള്ളം ഒഴിച്ച് മേത്ത് ഒഴിച്ച് വിടാറുള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ കുളിപ്പിക്കാറില്ല. ഇവരുടെ ദേഹത്ത് അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഈ പശുക്കളെയൊക്കെ നമ്മൾ കണ്ട വെള്ള പശുവൊക്കെ കിടക്കണുണ്ടോ, അവരൊന്നും ഞങ്ങൾ കുളിപ്പിക്കാറില്ല. ഇപ്പോൾ പിന്നെ മഴ നനഞ്ഞ് വന്നതാണ്. ശരിക്കും നമ്മൾ ഈ വെച്ചൂർ പശുക്കളൊന്നും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ തന്നെ ഇവർ അങ്ങനെ മോശമാവണില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും ഇങ്ങനെ നനച്ച് കഴിയുമ്പോൾ അവർക്ക് ഈച്ചശല്യം കൂടുതലായിട്ട് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ യൂട്യൂബിലും ഇങ്ങനെ വെച്ചൂർ പശുക്കളെയൊക്കെ പറ്റി പറയണതിനെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ കുളിപ്പിക്കാറില്ല പശുക്കളാണെന്നാണ് പറയണത്. പിന്നെ ഈച്ചശല്യം കൂടുതലുണ്ടാവും. ഇവരുടെ ദേഹത്ത് ഒരു എണ്ണമയം ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ ആ എണ്ണമയം ഇങ്ങനെ ദിവസവും കുളിപ്പിച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് അവരുടെ സ്കിൻ കംപ്ലൈൻറ്റുകളൊക്കെ വരുന്നതാണ് പറയണത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നുള്ള അറിവോ പരിചയമോ ഒന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ 18-ൽ തുടങ്ങിയതാണ് നമ്മൾ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ അന്ന് മുതൽ തന്നെ പശുക്കളെ ഒന്നും കുളിപ്പിക്കാറില്ല. ഇവർക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചിട്ടുമില്ല ഇതുവരെ കേട്ടോ. അപ്പം ഞാൻ പുകയ്ക്കണം കേട്ടോ. ഈ വൈക്കോല്, മോശമായ വൈക്കോലൊക്കെ ഇങ്ങനെ ഇതുപോലെ അലൂമിനിയം ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ പുകയ്ക്കുക ചെയ്യണേ. അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള ഇവിടെ ബനിയൻ ഇടാണ്ട് വന്നേക്കാം കേട്ടോ, വീഡിയോ എടുക്കണത് അറിഞ്ഞിട്ട്. ഇപ്പം ഞാൻ ബനിയനൊന്നും നിൽക്കുന്നെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ ഇതേ ഓരോരുത്തർക്ക് പഴം കൊടുക്കുകയാണ്. പാളയംകുടം പഴം കൊടുക്കണം കേട്ടോ രേശേട്ടൻ. നോക്കിയിരിക്കുക. അന്ന് എഴുന്നേക്കാൻ മടിയാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ചാടി എഴുന്നേക്കണമാണല്ലോ. അപ്പോൾ ഇതേ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരും കുട്ടിക്കുറുമ്പിയൊക്കെ ഉണ്ട്. ഒരു കുറുമ്പൂത്തി അവിടെ പോയി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തേ മറ്റാശാൻ എന്തേ? ആശാനെ വന്നേ. ആശാന്റെ ചെവിയിൽ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ നിങ്ങൾ അയക്കണ കൊച്ചു കമന്റ്സ് ഒക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ അതാവട്ടെ. മോഡറേഷൻ ആവാറായി ഗൈസ്. നിങ്ങൾ നല്ലോണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജലദോഷവും തലവേദനയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് അടുത്ത വീഡിയോ നടക്കണം. ഓക്കെ, ബൈ ബൈ.